ഞാൻ നഴ്സറിയിൽ നിന്നും 2 ചുമന്ന കൊമ്പൻ വെണ്ട തൈ വാങ്ങിച്ചു. നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്നതിനേക്കാളും തൈ ആകുമ്പോൾ പെട്ടെന്ന് വളർന്നു വരും എന്ന ഉദ്ദേശത്തിൽ വാങ്ങി. അങ്ങനെ ഞാനൊരു വലിയ ചട്ടി തന്നെ എടുത്തു. ഉണങ്ങിയതും പച്ചയുമായ ഇലകൾ കുറേ ഇട്ട് മണ്ണും ചാണകപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് മണ്ണിട്ട് അതിൽ തൈ നടുന്നതാണ്. നമ്മൾ വിത്തിട്ട് അത് മുളച്ച് കുറച്ച് നല്ല ചെടികൾ വരും, കുറേ നല്ല നശിച്ചു പോകും. പിന്നെ തൈ ആകുമ്പോൾ കുറച്ച് ദിവസം അത് വളർന്നു വരാനും പിടിക്കും. അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ് തൈ വാങ്ങി നടുന്നത്. പെട്ടെന്ന് വളരും, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. പിന്നെ നല്ല പൊടി മണ്ണിട്ട് കൊടുക്കണം. അതിൻ്റെ വേരോട്ടം നല്ലതുപോലെ നടക്കാൻ കട്ടി പിടിച്ച മണ്ണിടാതെ നല്ല പൊടി മണ്ണ് ഇട്ട് കൊടുക്കുക. കല്ല് എല്ലാം സെലക്ട് ചെയ്തെടുത്ത് അത് നല്ല പൊടി മണ്ണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഈ തൈ നട്ട് കഴിയുമ്പോൾ കാറ്റടിച്ചൊക്കെ മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൈ നട്ടിട്ട് കമ്പൊക്കെ എടുത്ത് വച്ച് അതിനൊരു താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കാറ്റടിച്ച് മറിഞ്ഞ് വീഴാതിരിക്കും. 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള അടുത്തത്തെ ഇതാണ് ചിത്രം. ഇത്രയും വളർന്നു. വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൈപ്പിടി എല്ലുപൊടി ഇട്ട് കൊടുത്തു. 2 ആഴ്ച ആയപ്പോൾ പിന്നെ പൂ വന്നു, കാ പിടിച്ചു തുടങ്ങി, നല്ലതുപോലെ വലുതായി. അങ്ങനെ പെട്ടെന്ന് വലുതാകാൻ തൈകൾ വാങ്ങി നടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പച്ചക്കറി തൈകൾ ഇഷ്ടമുള്ളത് വാങ്ങി നട്ടോളൂ. ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം. വെണ്ടയ്ക്ക കായ്ച്ചു നിൽക്കുന്നത് കണ്ടില്ലേ, അതിൻ്റെ നീളം, നല്ല നീളമുള്ള വെണ്ടയ്ക്ക. ഇതിലൊരു 2 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഒരു ഉഗ്രം സാമ്പാർ വയ്ക്കാം. അപ്പോഴേ എല്ലാവർക്കും ഇത് കൃഷിയോട് ഇഷ്ടമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തൈകൾ വാങ്ങിച്ച് നട്ടാൽ പെട്ടെന്ന് തൈയൊക്കെ വലുതായി നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാൻ പറ്റും. ഇത് വെണ്ടയ്ക്ക മാത്രമല്ല, ഏത് തൈ വേണമെങ്കിലും വാങ്ങിക്കാം.